ആ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ വെച്ച് അവൻ എന്റെ പ്ലാനുകളെല്ലാം നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ. അല്ല, അപ്പോ ആ നായ ഇതുവരെ ചത്തിട്ടില്ലേ? നകുലിന്റെ ക്രൂരമായ മറുപടിയിൽ ശ്രീലക്ഷ്മിക്ക് ഹൃദയം നിലച്ചതായി തോന്നി. ശ്രീലക്ഷ്മി അപ്പോൾ തന്നെ അവിടുന്ന് തിരിച്ചു പോകാൻ ശ്രമിച്ചു. പെട്ടെന്ന് നകുൽ തൂവാല കൊണ്ട് മൂക്ക് പൊത്തി അവളുടെ മുഖത്തൊരു സ്പ്രേ അടിച്ചു. ശ്രീലക്ഷ്മി വീണ്ടും ഉണർന്നപ്പോൾ അവളൊരു ഹോട്ടൽ മുറിയിലായിരുന്നു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. താൻ കിടക്കുന്ന കട്ടിലിനരികിലെ സോഫയിൽ 2 പേർ ഇരിക്കുന്നത് അവൾ കണ്ടു. അതിലൊരാൾ നകുലായിരുന്നു. മറ്റൊരാൾ ആരാണെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. ദേ, നീ ചോദിച്ചതുപോലെ ഞാൻ അവളെ കൊണ്ടുവന്നിരിക്കുന്നു. നകുൽ പറഞ്ഞുകൊണ്ട് നവാഗതന്റെ നേരെ കൈ നീട്ടിയപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. കണ്ണു തുറക്കാതെ അവൾ മനസ്സ് ഏകാഗ്രമാക്കി ഇന്നലെ രാത്രി മുതൽ നടന്നതെല്ലാം ഓർത്തു. ശ്രീലക്ഷ്മി പിറ്റേന്നും പതിവ് പോലെ ത്രൈ മീഡിയയിലേക്ക് പോയി. അവൾ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവളെ കാത്ത് നകുലുണ്ടായിരുന്നു. നകുൽ, നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ കാത്തു നിൽക്കുന്ന? ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ ചോദിച്ചു. ഇല്ല മാഡം, ഇന്നലെ രാത്രി സംഭവിച്ചത് എനിക്ക് വളരെ സങ്കടമായി. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. നമുക്കൊരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോവാം. നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? അവൻ യാചിക്കുന്ന പോലെ ചോദിച്ചു. ഭവീൻ ഇന്നലെ അനാവശ്യമായാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് തോന്നിയ ശ്രീലക്ഷ്മിക്ക് നകുലിനോട് സഹതാപം തോന്നുകയും അവനോടൊപ്പം വരാൻ സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം നടന്നതെല്ലാം ഓർത്തപ്പോൾ ശ്രീലക്ഷ്മിയുടെ കൺകോണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഋഷിനോട് താൻ എവിടെയാണെന്ന് പറയാതിരുന്നത് എത്ര വിഡ്ഢിത്തമാണെന്ന് അവൾ ഓർത്തു. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ അവളിരുന്നു. പെട്ടെന്ന് ശ്രീലക്ഷ്മി കട്ടിലിൽ നിന്ന് ഇറങ്ങി ദേഷ്യത്തോട് അലറി. നകുൽ, നീ എന്താ ഈ കാണിക്കുന്നത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, മാഡം എണീറ്റോ? ഒന്നുമില്ല മാഡം. മാഡം, ഇവനെ ഒന്ന് രക്ഷിപ്പിക്കണം. ഈ ഒരൊറ്റ രാത്രി. പിന്നെ ഇവൻ ചെറിയ ആളൊന്നുമല്ല കേട്ടോ, ഡോക്ടറാ. ഒരു വഷളം ചിരിയോടെ നകുൽ പറഞ്ഞു. നകുലിന്റെ സുഹൃത്ത് കണ്ണുകളോടെ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴും നകുലിന്റെ കയ്യിൽ കുടുങ്ങിയ ശ്രീലക്ഷ്മി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ മുന്നിൽ ഒരു മാർഗവും തെളിഞ്ഞില്ല. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ വലിയൊരു ശബ്ദത്തോടെ ആ മുറിയുടെ വാതിൽ തകർത്തുകൊണ്ട് ഋഷി അകത്തേക്ക് കയറിയിരുന്നു. ആരാടാ നീ? നകുൽ ഞെട്ടലോടെ എഴുന്നേറ്റു. ഋഷി അപ്പോൾ തന്നെ അവന്റെ വയറ്റിലേക്ക് ശക്തിയിൽ ചവിട്ടിയതും അവൻ തെറിച്ച് പുറകിലെ ഭിത്തിയിലിടിച്ച് താഴേക്ക് വീണു. ഋഷി! ശ്രീലക്ഷ്മി ഓടി അവനെ കെട്ടിപ്പുണരാൻ വന്നതും ഒരു നിമിഷം ഭയത്തോടെ അവൾ പകുതി വഴിയിൽ തന്നെ ശില പോലെ നിന്നുപോയി. അവളുടെ കണ്ണുകൾ ഋഷിക്ക് പിന്നിലെ ഒരു കൂട്ടം ആളുകളെ കണ്ട് ഭയത്തിൽ മിഴിഞ്ഞു. ഋഷിക്ക് പിന്നിൽ 10-15 പേർ വന്നു നിന്നു. അവരെല്ലാം വൈസ് കിങ്സ് സംഘത്തിൽപ്പെട്ടവരായിരുന്നു. നകുൽ തന്റെ ആളുകളെ കൊണ്ട് ഭവീനെ മർദ്ദിച്ചപ്പോൾ അവരെ വെറുതെ വിടരുതെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഋഷിക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി തന്നെ അവൻ നകുലിനെ തേടി വന്നപ്പോൾ കൂടെ വൈസ് കിങ്സിലെ ഗ്യാങ്സിലെ കുറച്ചുപേരെ കൂടി കൊണ്ടുവരാൻ മറന്നില്ല. നകുലിനെ ചവിട്ടിയെറിഞ്ഞതിനു ശേഷം ഋഷിയുടെ അടുത്ത ലക്ഷ്യം അവന്റെ സുഹൃത്തായ ഡോക്ടറായിരുന്നു. അയാളെ അടിച്ച് അവശനാക്കി കസേരയിൽ കെട്ടിയിടുകയും ചെയ്തു. ഋഷി നകുലിനെ തല്ലിയ വേഗത കണ്ട് ഒരു നിമിഷം എല്ലാവരും പേടിച്ചുപോയി. എപ്പോഴും പുറമേ ശാന്തനെ കാണുന്ന ഋഷിയുടെ ഉള്ളിൽ ഇത്രയും ക്രൂരത അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ശ്രീലക്ഷ്മി പോലും. ഋഷി അവനെ കുറച്ചുകൂടി അടിച്ചിരുന്നെങ്കിൽ അവൻ അപ്പോൾ തന്നെ മരിക്കുമായിരുന്നു. അത് മുന്നിൽ കണ്ടിട്ടെന്ന പോലെ ഋഷിയുടെ കൂടെ വന്നവരിൽ ചിലർ ഋഷിയെ ബലമായി പിടിച്ചുമാറ്റി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഋഷിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ നകുലിനെ അടിച്ച് പാതി ജീവനാക്കി നിലത്തിട്ടു. എന്റെ കൂട്ടുകാരനെ കൈവയ്ക്കാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നോടാ? അതും പറഞ്ഞുകൊണ്ട് ഋഷി അവന്റെ കയ്യിൽ ഊക്കോടെ ചവിട്ടി. അതിന്റെ ആഘാതത്തിൽ നകുൽ അറിയാതെ നിലവിളിച്ചു പോയിരുന്നു. അവന് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. അവനും ഇതുപോലെ വേദനിച്ചിട്ടുണ്ടാവില്ലേ? ഇതിനപ്പുറം അവൻ വേദന അനുഭവിച്ചില്ലേ? ഋഷി അത് ചോദിച്ചതിനൊപ്പം തന്നെ അവന്റെ കൈയുടെ മേൽ ചവിട്ടിപ്പിടിച്ചിരുന്ന കാൽ കൂടുതൽ അമർത്തി ഞെരിച്ചുകൊണ്ടിരുന്നു. നീ എന്തോ വലിയ ആളാണെന്നാണല്ലോ അവരൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നീയും നിന്റെ അച്ഛനും വന്ന് എന്റെ സുഹൃത്തിനോട് അവന്റെ കുടുംബത്തോടും മാപ്പ് പറയണം. അവൻ നിന്നോട് ക്ഷമിച്ചാൽ മാത്രമേ ഇനി നിനക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് അവസാനിക്കും. പിന്നെ അവര് ക്ഷമിച്ചാലും
എന്റെ ഭവീനെ സുഖമായി എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ജീവിക്കും, കൈകാലുകൾ ഇല്ലാതെ എന്ന് മാത്രം. ഋഷിയുടെ മുഖഭാവം അവിടെ എല്ലാവരെയും കൂടുതൽ ഭയപ്പെടുത്തി. അവൻ പറഞ്ഞതൊന്നും വെറും വാക്കല്ല, ചെയ്യും, ചെയ്തിരിക്കുമെന്ന് ആ നിമിഷം അവന്റെ ഭാവം കണ്ട എല്ലാവർക്കും ഉറപ്പായ കാര്യമായിരുന്നു. നകുലിന്റെ ചുണ്ട് രണ്ടും ഭയം കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം. ഞാൻ ആരാന്നറിയാതെയാ നീ ഇത് ചെയ്തത്? അവന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാനുള്ള ധൈര്യം പോലുമില്ലാതെ നകുൽ വേദനയോടെ പിറുപിറുത്തു. ഓഹോ, അങ്ങനെയാണോ? എങ്കി നീ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. നിന്റെ അച്ഛനെ വിളിക്ക്. ഋഷി അതും പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു. നകുൽ ഫോൺ എടുക്കാൻ നോക്കിയെങ്കിലും അവന് കിടക്കുന്ന കിടപ്പിൽ നിന്നും ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഓരോ തവണ അനങ്ങുമ്പോഴും ശരീരത്തിലെ വേദനയും പൊട്ടിയ എല്ലുകളുടെ ശബ്ദവും അവന്റെ അനക്കത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കി. ഒടുവിൽ പരിഹാസം കലർന്ന ചിരി വിടാതെ ഋഷി തന്നെ അവന്റെ ഫോൺ കയ്യിലേക്കെടുത്ത് അതിന്റെ ലോക്ക് നകുലിന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് മാറ്റി. കോണ്ടാക്റ്റിൽ അച്ഛനെന്നെഴുതിയ നമ്പർ തിരഞ്ഞു. നമ്പർ കിട്ടിയതും അവൻ തന്നെ കോൾ ചെയ്തു ചെവിയിലേക്ക് വെച്ചു. വെറും 2 റിങ്ങിൽ തന്നെ കോൾ എടുത്തിരുന്നു മറുവശത്ത്. അയാൾ ഹലോ എന്ന് വെക്കും മുൻപ് തന്നെ ഋഷി സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഈ പക്വതയില്ലാത്ത ചെറിയ പയ്യനെ ഇങ്ങനെ ഈ ക്രൂരമായ ടൗണിലേക്ക് പറഞ്ഞു വിടാമോ മിസ്റ്റർ? ഋഷി പരിഹാസത്തോടെ ചോദിച്ചു. ഹലോ, നീ ആരാ? ഈ ഫോൺ നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ മോന്റെ ഫോണിൽ സംസാരിക്കുന്ന ആരാ? അവനെവിടെ? നകുലിന്റെ അച്ഛൻ ദേഷ്യവും പരിഭ്രാന്തിയും നിറഞ്ഞൊരവസ്ഥയിലേക്ക് പോയിരുന്നു ആ നിമിഷം. നിന്റെ മോന് സാധാരണ പെൺകുട്ടികളെയൊന്നും ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായി ജീവിക്കുന്ന പെണ്ണിനെ മാത്രം മതി അവന്. ഇത് വല്ലതും നിങ്ങൾക്കറിയോ? ഇവൻ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തിനൊക്കെ താനാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഓരോ തവണയും നിങ്ങൾ ഇവനെ ജയിലിൽ പോകാതെ രക്ഷിക്കും അല്ലേ? ഇനി ജയിലിൽ പോകൂ എന്നൊന്നും താൻ പേടിക്കണ്ട. കാരണം അവൻ എന്റെ കൂടെയുണ്ട്. ജയിലിലൊക്കെ പോയി സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂ ഇവനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് നകുലിന്റെ കാലിൽ ശക്തിയിൽ അടിച്ചു. അതിന്റെ ഫലമായി ആ വടി ഒടിഞ്ഞു തെറിച്ചു പോയിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കച്ചാ! നകുലിന്റെ വേദന സഹിക്കാനാവാതെയുള്ള അലർച്ച അവന്റെ അച്ഛൻ ഫോൺ സ്പീക്കറിലൂടെ കേട്ടു. അയാൾ അത് കേൾക്കെ ശില പോലെ നിന്നുപോയിരുന്നു ആ നിമിഷം. പ്ലീസ് സർ, നിങ്ങൾ ആരായാലും എത്ര പൈസ ചോദിച്ചാലും ഞാൻ തരാം. എന്റെ കുട്ടിയെ വെറുതെ വിടണം, അയാൾ ഋഷിയോട് അപേക്ഷിച്ചു. നിങ്ങളുടെ പണം ആർക്ക് വേണം? ആ പണത്തിന്റെ ബലത്തിലല്ലേ നിന്റെ മോൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഇനി അവൻ അങ്ങനെ കളിക്കില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഋഷി അയാളുടെ ഓഫർ നിരസിച്ചുകൊണ്ട് അയാൾക്ക് താക്കീത് നൽകി. എന്നാൽ നകുലിന്റെ അച്ഛന്റെ സ്വരം അത് കേട്ടതും മാറി. പിന്നെ നിനക്കെന്താടാ വേണ്ടത്? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ ജീവനോടെ കാണില്ല. എന്റെ കൺമുമ്പിൽ പെട്ടാൽ, നകുലിന്റെ അച്ഛൻ ഋഷിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഈ വക ഭീഷണികളെല്ലാം ഭയക്കുന്ന ആളാണെന്ന് നീ കരുതുന്നുണ്ടോ? എങ്കി നിനക്ക് തെറ്റി. നാളെ രാവിലെ കാണാം ഓടക്കുഴിയിലോ വല്ല റോഡിലോ കിടക്കുന്ന നിന്റെ മോനെ. ഇതുവരെയും അവന് ഞാൻ ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇതേ പരിപാടി തന്നെയാണ് അച്ഛനും മോനും തുടരാൻ പോകുന്നതെങ്കിൽ പിന്നെ ബാക്കി തന്ന ജീവൻ കൂടി ഞാനങ്ങ് എടുക്കും. അത് മറക്കണ്ട. ദേഷ്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് ഋഷി ഫോൺ കട്ട് ചെയ്ത് വലിച്ചെറിഞ്ഞു. അവൻ വൈസ് കിങ്സിലെ ആളുകളെ തിരിഞ്ഞു നോക്കി. വണ്ടിയിലെടുത്തിട്ടിട്ട് വഴിയിൽ എവിടെയെങ്കിലും കളഞ്ഞേക്കിവനെ. ഋഷി ആജ്ഞാപിച്ചതും അവർ ഡോക്ടറെയും നകുലിനെയും വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് പോയിരുന്നു. അപ്പോഴും കൺമുന്നിൽ നടക്കുന്നതൊന്നും വിശ്വസിക്കാനാവാതെ ശ്രീലക്ഷ്മി സ്തംഭിച്ചതുപോലെ അവിടെ തന്നെ നിന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.